മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ പോലീസിന് നേരെ സിപിഐഎം നേതാക്കളുടെ അതിക്രമം. കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമം. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി രതീഷ് ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ കുറെ എടുത്താണ്. സമരം നിന്നപ്പോഴേ ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. എല്ലാവരും സംസാരിക്കും. എന്ത് കുഴപ്പമില്ല. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ വിഷയം. ഇവരെ എന്തിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത്? എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന് കാരണം? അഭിലാഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഉണ്ണികൃഷ്ണനും മറ്റൊരു സുഹൃത്തും പേട്ടയിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഈ സമയത്ത് തട്ടുകടക്കാരനും ഉണ്ണികൃഷ്ണനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഉണ്ണികൃഷ്ണനെയും സുഹൃത്തിനെയും പേട്ട സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കയ്യാങ്കളി തുടർന്നാണ് ഇങ്ങനൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് പ്രദേശത്തെ സിപിഎം പ്രവർത്തകർ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി രതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നായിരുന്നു ആവശ്യം. ഇതിനിടയിൽ തട്ടുകടക്കാരൻ തനിക്ക് പരാതിയില്ല എന്ന് പേട്ട പോലീസിനെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഉണ്ണികൃഷ്ണനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും പോലീസ് വിട്ടയച്ചു. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി രതീഷിനും മറ്റുള്ളവർക്കുമെതിരെ പേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്. ഞങ്ങൾ വീഡിയോ കുറെ എടുത്താണ്. സമരം നിന്നപ്പോഴേ ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. എല്ലാവരും സംസാരിക്കും. എന്ത് കുഴപ്പമില്ല. സിപിഎമ്മിന്റെ